അപ്പോൾ അടുത്ത പാർട്ടിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നിയമപരമായി എങ്ങനെ നിലനിൽക്കും എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു നിയമപരമായി നിലനിൽക്കുന്ന എഗ്രിമെൻറ്റുകളെയാണ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോൺട്രാക്റ്റിനെ നിങ്ങൾ റീറൈറ്റ് ചെയ്യുമ്പോൾ ഓഫർ ഈസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആൻഡ് വെൻ ഇറ്റ് ഈസ് ആക്സെപ്റ്റഡ് ഇറ്റ് ബിക്കം എ പ്രോമിസ്. ഓഫർ പ്ലസ് ആക്സെപ്റ്റൻസ് is equal to an agreement. Agreement plus legal enforceable by law is contract. അപ്പോൾ ഒരു നിയമപരമായി നിലനിൽക്കുന്ന എഗ്രിമെൻറ്റുകളെയാണ് നമ്മൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു എഗ്രിമെൻറ്റിന് നിയമപരമായ ബലം കിട്ടുന്നത് എന്നുള്ളതാണ് നിങ്ങൾക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. അതിൻ്റെ ഓരോ ഫീച്ചേഴ്സ് മാത്രമേ ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. ഓരോ ഫീച്ചറും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അത് ലേറ്റർ സ്റ്റേജിൽ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് പഠിക്കും. ഓരോ ഡീറ്റെയിൽസും നമ്മൾ നമ്മുടെ മൊഡ്യൂളിൽ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് വരും. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ ഇതിൻ്റെ എസെൻഷ്യൽസ് നോക്കുമ്പോൾ എസെൻഷ്യൽസ് സെക്ഷൻ 10 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കോൺട്രാക്റ്റ് പഠിക്കുന്ന എല്ലാവരും സെക്ഷൻ 10 അറിഞ്ഞിരിക്കണം എന്നുള്ള നിർബന്ധമാണ്. അപ്പോൾ ഒരു എഗ്രിമെൻറ്റിനെ സംബന്ധിച്ച ഒരു കേസുകൾ വന്നാൽ അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റിനെ സംബന്ധിക്കുന്ന ഒരു കേസ് വന്നാൽ ആ കോൺട്രാക്റ്റ് നിലനിൽക്കോ എന്ന് കോടതി പരിശോധിക്കുന്നത് ആ കോൺട്രാക്റ്റിൽ സെക്ഷൻ 10 പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിലനിൽക്കുന്നുണ്ടോ എന്നാണ്. ഒരു എഗ്രിമെൻറ്റിന് സെക്ഷൻ 10 സപ്പോർട്ട് ഉണ്ടെങ്കിൽ, അങ്ങനെയാണ് നമ്മൾ പറയാം, സെക്ഷൻ 10 പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരു എഗ്രിമെൻറ്റിൽ ഉണ്ടെങ്കിൽ ആ എഗ്രിമെൻറ്റ് നിയമപരമായി നിലനിൽക്കുന്നതാണ്. സെക്ഷൻ 10 പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം ആ എഗ്രിമെൻറ്റിൽ ഇല്ലെങ്കിൽ ആ എഗ്രിമെൻറ്റ് നിയമപരമായി നിലനിൽക്കുന്നതല്ല. അപ്പോൾ ഒരു എഗ്രിമെൻറ്റ് നിയമപരമായി നിലനിൽക്കുന്നില്ലേ എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ സെക്ഷൻ 10 ബലമുണ്ടോ എന്നാണ് നോക്കുക. അപ്പോൾ ഒരു എഗ്രിമെൻറ്റ് പരിശോധിക്കുമ്പോൾ അതിൽ സെക്ഷൻ 10 പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ ആ എഗ്രിമെൻറ്റിനെ നമ്മൾക്ക് നിയമപരമായി നിലനിൽക്കുന്നതെന്ന് പറയാം. ഏതെങ്കിലും ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായി നിലനിൽക്കുന്നില്ല. ഇപ്പോൾ നമ്മളൊരു മാരേജ് കഴിഞ്ഞു, അത് കോൺട്രാക്റ്റാണ്, എഗ്രിമെൻ്റാണ്, ഒക്കെയാണ്. അതിലൊരു പാർട്ടിക്ക് 18 വയസ്സ് കഴിഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കുക, അതിന് എഗ്രിമെൻ്റ് അല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ആ എഗ്രിമെൻറ്റ് നിയമപരമായി നിലനിൽക്കുന്ന ഒരു കോൺട്രാക്റ്റ് അല്ല. അതാണ് ഇതിൻ്റെ വ്യത്യാസം. കാരണം സെക്ഷൻ 10 പറഞ്ഞ ഒരു കാര്യം അതിലില്ല. സെക്ഷൻ 10 പറഞ്ഞിട്ടുണ്ട് എല്ലാവരും മൈനർ ആയിരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെക്ഷൻ 10 പറഞ്ഞ എന്തെങ്കിലും ഒരു എലമെൻറ്റ് ആബ്സെൻ്റ് ആണെങ്കിൽ ആ എഗ്രിമെൻറ്റ് നിയമപരമായി എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ യു മസ്റ്റ് ബി തറോ വിത്ത് സെക്ഷൻ 10. സെക്ഷൻ 10 നോട്ടീസൊക്കെ വരുമ്പോൾ നിങ്ങളതിൻ്റെ ബൈഹാർട്ടാക്കി തന്നെ വേണം. സെക്ഷൻ 10 പറയുന്നത് ഇത്രയും കാര്യമാണ്. ഓൾ എഗ്രിമെൻറ്റ്, സെക്ഷൻ 10 തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: ഓൾ എഗ്രിമെൻറ്റ്സ് ആർ കോൺട്രാക്ട് ഇഫ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സെക്ഷനിലുള്ള ലാംഗ്വേജ് വളരെ സിമ്പിളായിരിക്കും. സെക്ഷൻ എന്താ പറയുന്നത്? All agreements are contract if they are made by free consent of parties. ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കുന്നതാണ്. Competent to contract for a lawful consideration and with a lawful object and not expressly declared to be void. അപ്പോൾ സെക്ഷൻ 10 നിങ്ങൾ ബൈഹാർട്ടാക്കി കഴിഞ്ഞാൽ കോൺട്രാക്റ്റിൻ്റെ ഫീച്ചേഴ്സ് ചോദിച്ചാൽ നമ്മൾക്ക് ഓരോന്നായിട്ട് എഴുതാം. അപ്പോൾ നമ്മൾ സെക്ഷൻ 10 മാത്രം ഒന്ന് ഇന്ന് ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ ഓരോ ഫീച്ചേഴ്സും നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. സെക്ഷൻ 10 ആദ്യത്തെ ടേംസ് തന്നെ ഓൾ എഗ്രിമെൻറ്റ്സ് ആർ കോൺട്രാക്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പരിശോധിക്കുന്നത് അവിടെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടോ എന്ന് ആദ്യം പരിശോധിക്കണം. കോൺട്രാക്റ്റിൽ അങ്ങനെയാണ് പറയുന്നത്, എഗ്രിമെൻറ്റ്സ് ആർ കോൺട്രാക്റ്റ്.
അപ്പോൾ എഗ്രിമെൻ്റ് തന്നെ നിലനിൽക്കുന്നതെങ്കിൽ പിന്നെ കോൺട്രാക്റ്റിൻ്റെ പ്രശ്നമേ ഇല്ലല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ പരിശോധിക്കുക, അല്ലെങ്കിൽ ഫസ്റ്റ് എസെൻഷ്യൽ ഫീച്ചർ ഓഫ് എ കോൺട്രാക്റ്റ് ഈസ് എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ പാർട്ടീസ്. അപ്പോൾ നമ്മൾക്കറിയാം എഗ്രിമെൻ്റ് ആകണമെങ്കിൽ ഓഫറും ഉണ്ടായിരിക്കണം, ആക്സെപ്റ്റൻസും ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു കോടതി ഒരു കോൺട്രാക്റ്റിനെ പരിശോധിക്കുമ്പോൾ കോടതി ആദ്യം നോക്കുക നിയമപരമായ ഓഫർ ഉണ്ടോ. രണ്ടാമത് പരിശോധിക്കുക നിയമപരമായ ആക്സെപ്റ്റൻസ് ഉണ്ടോ. ഈ ഓഫറും ആക്സെപ്റ്റൻസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കും. അപ്പോൾ നിയമപരമായൊരു ഓഫറുമുണ്ട്, ആ ഓഫറിനെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരു എഗ്രിമെൻ്റായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത് ദർ ഈസ് എൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ പാർട്ടീസ്. അപ്പോൾ എഗ്രിമെൻ്റ് ആകണമെങ്കിൽ ദർ വാണ്ടഡ് ടു ബി എ ലീഗൽ ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ്. അപ്പോൾ ഇത് നടന്നോ എന്ന് ആദ്യം പരിശോധിക്കണം. അപ്പോൾ എസെൻഷ്യൽ ഫീച്ചേഴ്സിൽ ഒന്നാമത്തത് ദർ മസ്റ്റ് ബി എൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ പാർട്ടീസ്, എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ ഫീച്ചർ അതിൽ പറഞ്ഞിട്ടില്ലെങ്കിലും ലീഗൽ ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കണം. അതൊരു പ്രധാന പോയിൻ്റാണ്. ഇൻറ്റൻഷൻ പ്രധാനമാണ്. നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇൻറ്റൻഷനാണ്. ഇപ്പോൾ നമ്മൾ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുമ്പോൾ നിയമപരമായി അത് ഓബ്ലിഗേഷൻസ് ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കണം. അല്ലെങ്കിൽ നിയമപരമായി ഇപ്പോൾ നിങ്ങളൊരു പ്രോപ്പർട്ടി ഒരാൾക്ക് വിൽക്കാമെന്നുള്ളൊരു എഗ്രിമെൻ്റ് എഴുതുന്നത് നിയമപരമായി പെർഫോം ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള അടിസ്ഥാനത്തിലാണ്, കളിക്ക് ചെയ്യുന്നതല്ല, വെറുതെ ചെയ്യുന്നതല്ല. അപ്പോൾ നിയമപരമായി ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കണം. നിങ്ങളൊരു പ്രോപ്പർട്ടി വിൽക്കാമെന്ന് റെഡി ആയിട്ടുള്ള സമ്മതത്തോടു കൂടി അല്ലെങ്കിൽ ഇൻറ്റൻഷനോട് കൂടിയിട്ട് ഇപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യണം. ഇൻറ്റൻഷൻ ഇല്ലാതെ നിയമത്തിൽ ഒന്നും നിലനിൽക്കില്ല. നമ്മളിപ്പോൾ രണ്ടുപേരും ഒരു ടെറസിൽ നിന്ന് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് കൈ തട്ടിയിട്ട് താഴേക്ക് വീണതെന്ന് വിചാരിക്കും, ഒരാൾ മരിച്ചു പോയി. മറ്റേയാളുടെ പേരിൽ നമുക്ക് കൊലക്കുറ്റത്തിന് കേസെടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം അയാൾ ഇൻറ്റൻഷനോടുകൂടി ചെയ്തതല്ല. അപ്പോൾ ഇൻറ്റൻഷൻ ഇല്ലാതെ അബദ്ധത്തിൽ തട്ടിപ്പോകുമ്പോൾ വീണ് പോവുക, അതിനെയൊക്കെയാണ് നമ്മൾ ഇൻറ്റൻഷൻ ഇല്ലാതെ എന്ന് പറയും. ഇൻറ്റൻഷൻ ഇല്ലാതെ ഒരു കുറ്റമല്ല. അപ്പോൾ കോൺട്രാക്റ്റിലും തന്നെ അതുപോലെ തന്നെ നിങ്ങൾ പെർഫോം ചെയ്യാനുള്ള ഇൻറ്റൻഷനോട് കൂടി നിങ്ങൾ ചെയ്യണം. നിങ്ങളിപ്പോൾ ഒരാളെ ഒരു ഡിന്നർ ക്ഷണിച്ച് രാത്രി ഒരു ഡിന്നർ ക്ഷണിച്ചു, കുറേ 10-20 പേരെ. നിങ്ങൾക്ക് ആ ഡിന്നർ കൊടുക്കാൻ പറ്റിയില്ല, എന്തോ കാരണം കൊണ്ട് നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാനൊന്നും പറ്റിയില്ല. അവർക്കെല്ലാം കൂടി നിങ്ങളുടെ പേരിൽ നിയമപരമായി നടപടിയെടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം അത് നിയമപരമായി പെർഫോം ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല നമ്മൾ ചെയ്യുന്നത്. അതൊരു സോഷ്യൽ ഇൻവിറ്റേഷനോ അല്ലെങ്കിൽ പേഴ്സണലായിട്ടുള്ള ഇൻവിറ്റേഷനോ ആണ്. അപ്പം നിയമപരമായി ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓഫറിനെയാണ്. അപ്പോൾ നമ്മളൊരു ഓഫർ കൊടുക്കുമ്പോൾ ആ ഓഫർ കൊടുക്കുന്ന നിങ്ങൾക്ക് പൂർണ്ണമായ ബോധ്യമുണ്ടായിരിക്കണം ഈ ഓഫർ നിങ്ങൾ പെർഫോം ചെയ്യുമെന്നുള്ളത്. അത് ആക്സെപ്റ്റ് ചെയ്യുന്ന ആളുകൾക്കും ഈ ആക്സെപ്റ്റൻസ് നിയമപരമായി ഫേസ് ചെയ്യുന്ന തയ്യാറായിരിക്കണം. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ നിയമപരമായി പെർഫോം ചെയ്യാനുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മൾ കൊടുക്കുന്ന ഓഫറുകളെയും ആക്സെപ്റ്റൻസിനെയാണ് എഗ്രിമെൻ്റ് എന്ന് പറയാം. അപ്പോൾ ഫസ്റ്റിലെ എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കണം. രണ്ടാമത്തത് ലീഗൽ ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കണം. സെക്ഷൻ 10 തന്നെ നമ്മൾ പോവാം. സെക്ഷൻ 10 പറയുന്നത് all agreements are contract if they are made by free consent of parties. ഫ്രീ കൺസെൻറ്റ്, അതായത് രണ്ടാമത്തെ ഫീച്ചർ അതാണ്. ഒരു എഗ്രിമെൻ്റ് എഴുതുമ്പോൾ കൺസെൻറ്റ് എന്ന് പറഞ്ഞാൽ സമ്മതമാണ്. സമ്മതം ഫ്രീ ആയിരിക്കണം. സമ്മതം എന്ന് പറയുന്നത് സമ്മതം മാത്രമാണ് നിയമത്തിൽ ഉദ്ദേശിച്ചതെങ്കിൽ ഒരുപാട് മിസ്യൂസുകൾ വരും. അപ്പോൾ ഒരാളുടെ സമ്മതം വാങ്ങിക്കുന്നത് ഫ്രീ ആയിരിക്കണം. ഫ്രീ കൺസെൻറ്റ് എന്നാണ് പറയുക. ഇപ്പോൾ നിങ്ങളൊരു ലേഡിയുടെ ഒരു പ്രോപ്പർട്ടി ആ ലേഡിയെ ഭീഷണിപ്പെടുത്തി എഴുതി വാങ്ങിയെന്ന് വിചാരിക്കാം. ആ ലേഡി ആ പ്രോപ്പർട്ടിയിൽ സൈൻ ചെയ്തത് അവരെ ഭീഷണിപ്പെടുത്തിയിട്ടാണ്. അവരെ സമ്മതമുണ്ട്, അവരെ ഒപ്പിട്ടാൽ സമ്മതമായി. പക്ഷെ അവർക്ക് പിന്നീട് വേണമെങ്കിൽ തെളിയിക്കാം എൻ്റെ സമ്മതം ഫ്രീ അല്ല എന്ന്.
അപ്പോൾ സമ്മതം ഉണ്ടായാൽ മാത്രം പോരാ, ആ സമ്മതം ഫ്രീ ആയിരിക്കണം. അതായത് നമ്മൾ സ്വമേധയാ ചെയ്യുന്നതായിരിക്കണം. ഇപ്പോൾ ഒരു ലേഡിയുടെ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ലേഡിയുടെ ഒരു കുട്ടിയെ തടഞ്ഞു വെച്ചെന്ന് വിചാരിക്കുക. ആ കുട്ടിയെ തടഞ്ഞു വെച്ച് നീ ഈ പ്രോപ്പർട്ടി എനിക്ക് എഴുതി തന്നെങ്കിൽ മാത്രമേ ഈ കുട്ടിയെ ഞാൻ വിട്ടു തരുള്ളൂ എന്ന് പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തി അവരുടെ സമ്മതം വാങ്ങി. ആ സമ്മതമാണ്, പക്ഷെ അതെന്തല്ല, അത് ഫ്രീ കൺസെൻ്റ് അല്ല. അപ്പോൾ നമ്മൾ രണ്ട് പാർട്ടീസിൻ്റെയും സമ്മതം ഉണ്ടായാൽ മാത്രം പോരാ, ആ സമ്മതം ഫ്രീ ആയിരിക്കണം. അപ്പോൾ ഈ ഫ്രീ കൺസെൻറ്റ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് പഠിക്കുന്നതാണ്. സമ്മതം നിയമത്തിൽ സമ്മതമാണ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മളൊരു ലേഡിയെ ഭീഷണിപ്പെടുത്തി അവരെ സമ്മതം വാങ്ങി അവർ ഒപ്പ് വാങ്ങിക്കഴിഞ്ഞാൽ അത് പൂർണ്ണമാവും. പക്ഷെ നിയമത്തിൽ എന്താ പറഞ്ഞത്? ആ സമ്മതം ഫ്രീ ആയിരിക്കണം, ഒരു രീതിയിലുള്ള ഇൻഫ്ലുവൻസും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ള സമ്മതത്തിനെയാണ് നമ്മൾ ഫ്രീ കൺസെൻറ്റ് എന്ന് പറയുക. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ജസ്റ്റ് ഒന്ന് വെറുതെ പറയുന്നത് മാത്രമേ ഉള്ളൂ. സമ്മതം ഫ്രീ ആയിരിക്കില്ല പല കേസിലും. ഒന്നാമത്തത് കൊയേർഷൻ എന്നാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കുന്നതാണ്. കൊയേർഷൻ എന്ന് പറഞ്ഞാൽ ഒരു ക്രിമിനൽ ഒഫൻസ് നടത്തിയിട്ട് സമ്മതം വാങ്ങുക. ഒരാളെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി സമ്മതം വാങ്ങാം. കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുന്ന ഒരു ക്രിമിനൽ ഒഫൻസാണ്. ഒരാളുടെ കുട്ടിയെ തടഞ്ഞു വെച്ചിട്ട് സമ്മതം വാങ്ങുക, കുട്ടിയെ തടഞ്ഞു വെക്കുന്ന ഒരു ക്രിമിനൽ ഒഫൻസാണ്. ഒരാളെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് സമ്മതം വാങ്ങുക, ഒരാളെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത് ക്രിമിനൽ ഒഫൻസാണ്. അപ്പോൾ ക്രിമിനൽ ഒഫൻസ് നടത്തിയിട്ട് സമ്മതം വാങ്ങിച്ചാലും ആ സമ്മതം എന്തല്ല, ഫ്രീ കൺസെൻ്റ് അല്ല, സ്വമേധയായുള്ള സമ്മതമല്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ സമ്മതം വാങ്ങിയത് ഇന്നത് രീതിയിൽ ചെയ്തിട്ടാണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കോൺട്രാക്റ്റിൽ നിന്ന് പിന്നോട്ട് പോകാം. അപ്പോൾ കൊയർഷൻ എന്ന് പറഞ്ഞാൽ അത് പിന്നീട് പഠിക്കുന്നതാണ്. സമ്മതം ഫ്രീ അല്ല. ഒരു ക്രിമിനൽ ഒഫൻസ് നടത്തിയിട്ട് നിങ്ങളൊരാളെ സമ്മതം വാങ്ങുന്നതിനെയാണ് നമ്മൾ കൊയർഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയും. അതും പിന്നീട് പഠിക്കുന്നതാണ്. ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് അയാളെ സമ്മതം വാങ്ങാം. അതൊന്നും പെട്ടെന്ന് തെളിയിക്കാൻ കഴിയുന്നില്ല. അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടി ഇൻഫീരിയറും വേറൊരു പാർട്ടി സുപ്പീരിയറുമായിരിക്കാം. ഇപ്പോൾ കഴിഞ്ഞ ഒരു 20 വർഷമായിട്ട് ഒരാൾ ഒരു ഡോക്ടറുടെ ചികിത്സയിലാണെന്ന് വിചാരിക്കുക. അവിടെ ഡോക്ടർ സുപ്പീരിയറും രോഗി ഇൻഫീരിയറുമാണ്. ആ ഒരു ക്ലാസ് അങ്ങനെയാണ്. ഒരാൾ വളരെ താഴെ കടയിലുള്ളതും മറ്റേ മുകളിലുള്ള ആളാണ്. ഈ രോഗിയുടെ 25 ലക്ഷം വിലയുള്ളൊരു പ്രോപ്പർട്ടി ഈ ഡോക്ടർ 10 ലക്ഷത്തിന് വാങ്ങിയെന്ന് വിചാരിക്കുക. അന്നത്തെ സാഹചര്യത്തിൽ ഇയാൾ എഴുതി കൊടുത്തു പോയി. ഇയാൾക്ക് പിന്നെ തോന്നുകയാണ് അന്നത്തെ സാഹചര്യത്തിൽ ഞാനത് ചെയ്തു പോയതാണെന്ന്. അയാൾക്ക് വേണമെങ്കിൽ ഈ കോൺട്രാക്റ്റിൽ നിന്ന് പിന്നോട്ട് പോകാം. പക്ഷെ അയാൾ തെളിയിക്കണം എൻ്റെ സമ്മതം ഫ്രീ അല്ല എന്ന്. അതിന് ഒരു പ്രധാന ഘടകം, തെളിയിക്കാനുള്ള ഏറ്റവും വലിയ ഘടകം എന്താ? 25 ലക്ഷം രൂപ വിലയുള്ള പ്രോപ്പർട്ടി 10 ലക്ഷം രൂപക്കാണ് വിറ്റത്. അപ്പോൾ അവിടെ സമ്മതത്തിന് നമ്മൾ ഫ്രീ കൺസെൻ്റ് അല്ല എന്ന് പറഞ്ഞാൽ ചിലപ്പം നിലനിൽക്കും. അപ്പോൾ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഒരു ഘടകമാണ്. രണ്ടാമത്തത് ഫ്രോഡ്, ഒക്കെ പിന്നീട് പഠിക്കുന്നതാണ്. ഫ്രോഡ് എന്ന് പറഞ്ഞാൽ തെറ്റായ ഒരു കാര്യം പറഞ്ഞിട്ട് അയാളുടെ സമ്മതം വാങ്ങാം. നിങ്ങൾക്കറിയാതെ തെറ്റാണെന്ന്. ഇപ്പം നിങ്ങളൊരു 10 സെൻറ്റ് സ്ഥലമുണ്ടെന്ന് വിചാരിക്കുക. അവിടെ പഞ്ചായത്തിൽ നിന്ന് പെർമിഷൻ കിട്ടില്ല വീടുണ്ടാക്കാൻ. നേരത്തെ നിങ്ങൾ അപ്ലൈ ചെയ്തപ്പം പഞ്ചായത്ത് പറഞ്ഞിട്ടുണ്ട് ആ സ്ഥലത്ത് വീട് വെക്കാൻ പറ്റില്ല എന്ന്. നിങ്ങൾ ആ പ്രോപ്പർട്ടി വിൽക്കുമ്പോൾ അവർ മറ്റേ പാർട്ടിയോട് പറഞ്ഞത് ഈ പ്രോപ്പർട്ടിയിൽ നിങ്ങൾക്ക് വീട് വെക്കാൻ പഞ്ചായത്തിൽ നിന്ന് പെർമിഷൻ കിട്ടുമെന്നാണ്. അപ്പോൾ മറ്റേ ആളത് നിങ്ങൾ പറഞ്ഞ് വിശ്വസിച്ചിട്ട് അയാൾ ആ പ്രോപ്പർട്ടി വാങ്ങി. അവിടെ നിങ്ങൾ ഫ്രോഡാണ് ചെയ്തത്. നിങ്ങൾക്ക് അറിയാം ഈ പ്രോപ്പർട്ടിയിൽ വീടിന് പെർമിഷൻ കിട്ടില്ല എന്ന്. അത് മറച്ചു വെച്ചിട്ട് നിങ്ങളൊരു കോൺട്രാക്റ്റ്, ഫ്രോഡ് എന്ന് പറഞ്ഞ ഒരു കുറ്റത്തിൽ വരും. അത് ക്രിമിനൽ ഒഫൻസാണ്. ആ ഫ്രോഡ് കൊണ്ട് ആ കോൺട്രാക്റ്റ് നിലനിൽക്കില്ല. കൺസീൽമെൻറ്റ് ഓഫ് ഫാക്റ്റ് എന്ന് പറയും. പ്രധാനപ്പെട്ട മെറ്റീരിയൽ ഫാക്റ്റ് കൺസീൽ ചെയ്തിട്ട് നിങ്ങൾ കോൺട്രാക്റ്റ് എൻട്രി ചെയ്താൽ മറ്റേയാളുടെ സമ്മതം ഫ്രീ അല്ല.
പിന്നെ ഫ്രോഡ് വരും, മിസ്റെപ്രസെൻറ്റേഷൻ, തെറ്റായ വിവരങ്ങൾ കൊടുക്കുക, ദെൻ മിസ്റ്റേക്ക്. അതൊക്കെ ഫ്രീ കൺസെൻറ്റിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ ഒരു സമ്മതം എന്നുള്ളത് സമ്മതമായാൽ പോരാ, ഫ്രീ കൺസെൻ്റ് ആയിരിക്കണം. കൺസെൻറ്റ് ഫ്രീ അല്ല, കൊയർഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ഫ്രോഡ്, മിസ്റെപ്രസെൻറ്റേഷൻ ആൻഡ് മിസ്റ്റേക്ക്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് വരുന്നതാണ്. എനിവേ സമ്മതം ഫ്രീ ആയിരിക്കണം, ഫ്രീ കൺസെൻറ്റ്. ദെൻ അപ്പോൾ സെക്ഷൻ 10ലേക്ക് നമുക്ക് പോവാം. അങ്ങനെ പറഞ്ഞത് ബൈ ഹാർട്ടാവും. ഓൾ എഗ്രിമെൻറ്റ്സ് ആർ കോൺട്രാക്ട് if they are made by free consent of parties competent to contract. Parties to the contract must be competent. Competent എന്ന് പറഞ്ഞാൽ അർത്ഥം കോൺട്രാക്റ്റ് എൻറ്റർ ചെയ്യാൻ നിയമപരമായി അധികാരമുള്ള ആളായിരിക്കണം, കോമ്പീറ്റൻസ് ആയിരിക്കണം. പാർട്ടി കോമ്പീറ്റൻ്റ് അല്ലെങ്കിൽ ആ പാർട്ടിയുമായിട്ടുള്ള കോൺട്രാക്റ്റ് നിലനിൽക്കില്ല. അപ്പോൾ എയും ബിയും തമ്മിലൊരു കോൺട്രാക്റ്റ് എൻട്രി ചെയ്യുമ്പോൾ എയും ബിയും കോൺട്രാക്റ്റ് എൻട്രി ചെയ്യാൻ നിയമപരമായി കഴിവുള്ളവരായിരിക്കണം. ഒരാൾക്ക് നിയമപരമായ കഴിവ് അല്ലെങ്കിൽ ബലമില്ലെങ്കിൽ ആ കോൺട്രാക്റ്റ് നിലനിൽക്കില്ല. അപ്പോൾ നിയമത്തിൽ ചില ഇൻകോമ്പിറ്റൻ്റായ ആളുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരാൾ മൈനറാണ്. ഒരാൾ മൈനറാണെങ്കിൽ ആ മൈനറുമായിട്ടുള്ള കോൺട്രാക്റ്റ് നിയമപരമായി നിലനിൽക്കില്ല. കാരണം മൈനർ ഈസ് ആൻ ഇൻകോമ്പിറ്റൻ്റ് പേഴ്സൺ. ഇൻകോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ആളായിട്ടാണ് നമ്മൾ മൈനർ. അതുകൊണ്ടാണ് നമ്മൾ മാരേജിൽ ഒരാൾ മൈനറാണെങ്കിൽ ആ കോൺട്രാക്റ്റ് നിയമപരമായി നിലനിൽക്കില്ല. ആ കോൺട്രാക്റ്റ് നിയമപരം നിലനിൽക്കില്ല. ആ മാരേജ് തന്നെ ഇല്ലീഗലായിട്ട് മാറും. അപ്പോൾ നിയമപരമായി നിലനിൽക്കണമെങ്കിൽ പാർട്ടീസ് കോമ്പീറ്റൻ്റ് ആയിരിക്കണം. കോമ്പീറ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഇൻകോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ആൾ മൈനറാണ്. ആ മൈനറുടെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും. ഇപ്പോൾ മൈനറുടെ ഒരു പ്രോപ്പർട്ടി നിങ്ങൾ വാങ്ങാൻ ഒരു എഗ്രിമെൻ്റ് എഴുതി വിചാരിക്കുക. അയാൾക്ക് 18 വയസ്സ് കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ അയാൾക്ക് 10 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു പ്രോപ്പർട്ടി വാങ്ങാൻ. ആ മൈനർ പിന്നെയാണ് നോക്കുന്ന നേരം മനസ്സിലാകുന്നത് മൈനറുമായിട്ടുള്ള എഗ്രിമെൻറ്റ് നിലനിൽക്കില്ല എന്ന്. ആ 10 ലക്ഷം തിരിച്ചു തരാൻ വേണ്ടി നിങ്ങൾക്ക് നടപടിയെടുക്കാൻ പറ്റില്ല. ആ പ്രോപ്പർട്ടി നിങ്ങൾക്ക് എഴുതി തരണമെന്ന് പറഞ്ഞിട്ട് നടപടിയെടുക്കാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങളൊരു പ്രോപ്പർട്ടി വാങ്ങിയെന്ന് വിചാരിക്കുക. ആ പ്രോപ്പർട്ടി അതിലൊരു മൈനർ ഒരു പാർട്ടിയാണെന്ന് വിചാരിക്കുക. ആ കോൺട്രാക്റ്റ് അതോടുകൂടി തന്നെ പോകും. അപ്പോൾ മൈനറുമായിട്ടുള്ള കോൺട്രാക്റ്റുകൾ നിയമപരമായ അത് മൈനറുടെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നെ മൈനർ എന്ന് പറഞ്ഞ ഇത് എലമെൻസിൽ പഠിക്കും. മൈനറെ ഇൻകോമ്പീറ്റൻ്റ് ആയി പ്രഖ്യാപിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഒരു കുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. ആ കുട്ടിക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ പ്രോപ്പർട്ടി ഉണ്ടെന്ന് വിചാരിക്കുക. ആ കുട്ടിക്ക് 10 വയസ്സായിട്ടുള്ളൂ. മാനസികമായിട്ട് ഈ പ്രോപ്പർട്ടി ഡീൽ ചെയ്യാനുള്ള അധികാരമൊന്നുമില്ല, അല്ലെങ്കിൽ മാനസികമായിട്ട് മെച്യൂരിറ്റി വന്നിട്ടില്ല. അപ്പം നിയമം പറയുകയാണ് ഇയാൾ 18 വയസ്സ് വരെ അയാൾ എന്ത് ചെയ്താലും അതിന് നിയമപരമായ ബലമില്ല എന്ന്. 18 വയസ്സ് കഴിഞ്ഞാൽ അയാൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ നിയമം പറഞ്ഞിട്ടില്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? 10-15 വയസ്സാകുമ്പോഴേക്കും ഇയാളുടെ പ്രോപ്പർട്ടി മുഴുവൻ ആരെങ്കിലുമൊക്കെ എഴുതിയെടുത്തിട്ടുണ്ടാവും. അപ്പോൾ 18 വയസ്സ് കഴിഞ്ഞാൽ അയാൾ സ്വന്തം തീരുമാനിക്കണം എന്തൊക്കെ ചെയ്യണമെന്ന്. അപ്പോൾ നിയമം ശരിക്ക് മൈനറെ ഇൻകോമ്പിറ്റൻ്റ് ആക്കുന്നത് മൈനറെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. മൈനറെ ഇൻകോമ്പിറ്റൻ്റ് അല്ലെങ്കിൽ മൈനറുടെ പ്രോപ്പർട്ടിയൊക്കെ ആരെങ്കിലുമൊക്കെ വാങ്ങിപ്പോകും. മൈനർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കണം, ജനിച്ചത് മുതൽ 18 വയസ്സ് വരെ മൈനറാണ്. അപ്പോൾ ഇയാളുടെ പ്രോപ്പർട്ടി ഏത് സമയം ആർക്കും വേണമെങ്കിൽ കൈവശപ്പെടുത്താൻ പറ്റും. പക്ഷേ നിയമം പറയുന്നത് എന്താ? മൈനറുമായിട്ടുള്ള എല്ലാ കോൺട്രാക്റ്റും ഇൻവാലിഡാണ്. അയാൾക്ക് 18 വയസ്സ് കഴിഞ്ഞാൽ അയാൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഈ ഇൻകോമ്പിറ്റൻ്റ് ആക്കുന്നത് മൈനറെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ പാർട്ടീസ് ടു ദ കോൺട്രാക്ട് മസ്റ്റ് ബി കോമ്പിറ്റൻറ്റ്. അതിൽ ഒന്നാമത്തെ ആൾ മൈനറാണ്. രണ്ടാമത്തെ ചില ആൾ കൺവിക്റ്റഡ് പേഴ്സൺ. ഒരാൾ ജയിലിൽ കിടക്കാമെന്ന് വിചാരിക്കുക.
ജയിലിൽ കിടക്കുന്ന ഒരാൾ, അയാൾക്ക് പോലീസുകാരെയും അല്ലെങ്കിൽ ജയിലിൻ്റെ അധികൃതരുടെയും നിയന്ത്രണത്തിലാണ്. അയാൾ ജയിലിൽ കിടക്കുന്ന കാലത്ത് അയാൾ കോൺട്രാക്റ്റ് എൻട്രി ചെയ്താൽ ആ കോൺട്രാക്റ്റുകൾ നിയമപരമായി നിലനിൽക്കില്ല. അതും അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പോൾ ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്ന ഒരാൾക്ക് എന്ത് കോൺട്രാക്റ്റും എൻട്രി ചെയ്യുക എന്നുള്ള ഒരു കണ്ടീഷനാണെന്ന് വിചാരിക്കുക. ജയിലിൽ നിന്ന് പുറത്ത് വരുമ്പോഴേക്കും അയാളുടെ ഒരു പ്രോപ്പർട്ടി ഉണ്ടാവില്ല, ആരെങ്കിലുമൊക്കെ എഴുതി വാങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നിയമം എന്താ പറയുന്നത്? നിങ്ങൾ ജയിലിൽ കിടക്കുന്ന കാലത്ത് നിങ്ങൾ എന്ത് കോൺട്രാക്റ്റ് എൻട്രി ചെയ്താലും അത് നിയമപരമായി നിലനിൽക്കില്ല എന്നാണ്. ദാറ്റ് ഈസ് ഫോർ പ്രൊട്ടക്റ്റിംഗ് ദ കൺവിക്ട് പേഴ്സൺ. അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നിയമം ഉണ്ടാക്കിയത്. നിങ്ങൾ ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്ന കാലത്ത് നിങ്ങൾ എന്ത് കോൺട്രാക്റ്റുകളും എൻട്രി ചെയ്താൽ അത് നിയമപരമായി നിലനിൽക്കില്ല. ദാറ്റ് ഈസ് ഫോർ പ്രൊട്ടക്റ്റിംഗ് ദ പേഴ്സൺ. അപ്പോൾ അയാൾ ഇൻകോമ്പിറ്റൻ്റ് ആണ്. അത് നമ്മൾ ആലോചിക്കേണ്ടത് ജയിലിൽ കിടക്കുമ്പോൾ പോലീസിൻ്റെയും ജയിൽ അധികൃതരുടെയും നിയന്ത്രണത്തിലാണ്. ആ നിയന്ത്രണത്തിലുള്ള ആളെ എങ്ങനെ വേണമെങ്കിലും മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിയമം അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യാണ്. നിങ്ങൾ ജയിൽ ശിക്ഷ അനുഭവിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്താലും അതിന് നിയമപരമായ ബലമില്ല. അപ്പോൾ അയാളുടെ പ്രോപ്പർട്ടി ഒന്നും ആർക്കും വാങ്ങാൻ പറ്റില്ല. അയാൾ ജയിലിൽ നിന്ന് വന്നു കഴിഞ്ഞ് റിലീസിങ് ഓർഡർ ആയെങ്കിൽ ശേഷം മാത്രം അയാളുടെ കോൺട്രാക്റ്റിൽ നിലനിൽക്കുകയുള്ളൂ. ദെൻ അനദർ വൺ, ഇൻടോക്സിക്കേറ്റഡ് പേഴ്സൺ. മദ്യപിച്ച് ബോധമില്ലാത്ത ഒരാൾ, അയാളും ഇൻകോമ്പിറ്റൻ്റാണ്. മദ്യപിച്ച് ബോധമില്ലാത്ത ആളും ഒരു കോൺട്രാക്റ്റ് എൻട്രി ചെയ്താൽ ആ കോൺട്രാക്റ്റ് ആ സമയത്ത് നിലനിൽക്കില്ല. അയാൾ പക്ഷേ നിങ്ങൾ തെളിയിക്കണം അയാൾക്ക് ബോധമില്ലാത്ത സമയത്താണ് അയാൾ ഞാൻ ചെയ്തു പോയതാണ് എന്ന്. ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു ചെക്ക്, 10 ലക്ഷം രൂപയുടെ ചെക്ക് ഒരുത്തൻ ബാറിൽ ബോധമില്ലാതെ എഴുതി കൊടുത്തെന്ന് വിചാരിക്കുക. നേരം വെളുത്തപ്പാണ് ഓർമ്മ ഞാൻ 10 ലക്ഷം രൂപേൻ്റെ ചെക്ക് എഴുതി കൊടുത്തുന്നത്. അയാൾക്ക് വേണമെങ്കിൽ സമീപിക്കാം, ഞാൻ ഇന്ന ഒരു കണ്ടീഷനിൽ ഞാൻ ചെയ്തു പോയതാണ്. അല്ലെങ്കിൽ ബാറിൽ കുടിച്ച് ബോധമില്ലാതെ അയാളുടെ ഒരു പ്രോപ്പർട്ടി ഒരാൾക്ക് എഴുതി കൊടുക്കാമെന്ന എഗ്രിമെൻ്റ് എഴുതി. നേരം വെളുത്ത് ബോധം വന്നപ്പോഴാണ് അയാൾക്ക് തോന്നുന്നത് അത് ചെയ്തു പോയല്ലോ എന്ന്. അയാൾക്ക് വേണമെങ്കിൽ ആ കോൺട്രാക്റ്റ് ഒഴിവാക്കാനുള്ള നടപടി എടുക്കാം. കാരണം ഇൻടോക്സിക്കേറ്റഡ് പേഴ്സൺ ഈസ് ഇൻകോമ്പിറ്റൻറ്റ്. അത് പക്ഷേ നമ്മൾ തെളിയിക്കണം. എനിക്ക് ആ സമയത്ത് ബോധമില്ലാതെ ഞാൻ ചെയ്തു പോയതാണ്, സാക്ഷികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് തെളിയിക്കാം. പിന്നെ മെൻ്റലി റിട്ടാർഡഡ് പേഴ്സൺ, അല്ലെങ്കിൽ മാനസികമായ അസുഖമുള്ള ആൾ. അയാളെയും നിയമം പറയുന്നത് എന്താ? നിങ്ങൾക്ക് മാനസികമായ അസുഖമുള്ള സമയത്ത് നിങ്ങൾ എന്ത് ചെയ്താലും അത് കോൺട്രാക്റ്റ് നിലനിൽക്കില്ല. അതും നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്? മാനസിക രോഗിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു മാനസിക രോഗി ചെയ്യുന്ന കോൺട്രാക്റ്റിനും നിയമപരമായ ബലമുണ്ടെന്ന് പറഞ്ഞാൽ ആ മാനസിക രോഗിയുടെ പ്രോപ്പർട്ടി അയാൾക്ക് അസുഖം മാറുമ്പോഴേക്ക് എല്ലാം ആരെങ്കിലും എഴുതിയെടുത്തിട്ടുണ്ടാവും. അപ്പം കോടതി എന്താ പറയുന്നത്? നിയമം എന്താ പറയുന്നത്? മാനസികമായിട്ടുള്ള ഒരാൾ മെൻ്റലി നോട്ട് ഫിറ്റ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. മാനസികമായ ഒരാൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് മനസ്സിലാക്കാൻ കഴിയാത്ത ആളാണ്. അപ്പോൾ മാനസികമായിട്ട് ചികിത്സയിലുള്ള ഒരാൾ എന്തെങ്കിലും ക്രിമിനൽ കുറ്റം ചെയ്താൽ തന്നെ പണിഷ്മെൻ്റ് ഇല്ല. അയാൾ മാനസികമായ ഒരാൾ വെട്ടിയിട്ട് ഒരാൾ മരിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ നമ്മൾ അയാൾ ഒഴിവാക്കുന്നത് നിയമം തന്നെ ക്രിമിനൽ കുറ്റത്തിൽ വരെ മാനസികമായ ഒരു രോഗിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ മാനസികമായ രോഗി അറിയാതെ വല്ലതും ചെയ്തു പോയാൽ സാധ്യതയുണ്ടായതുകൊണ്ടാണ് നിയമം പറയുന്നത് മാനസികമായ രോഗി ഇൻകോമ്പിറ്റൻ്റ്. ഈ മാനസികമായ രോഗിയുടെ കാറ്റഗറിയിലാണ് നമ്മൾ മദ്യപിച്ച് ബോധമില്ലാത്ത ഒരാളെ ഉൾപ്പെടുത്തുന്നത്. മദ്യപിച്ച് ബോധമില്ലാത്ത ഒരാൾ അറ്റ് ദാറ്റ് ടൈം ഹീ ഈസ് നോട്ട് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദ കോൺട്രാക്ട്. ആ കോൺട്രാക്റ്റിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്ത ഒരു മാനസിക അവസ്ഥയിലായതുകൊണ്ടാണ് ഒരു മദ്യപിച്ച് ബോധമില്ലാത്ത ആളെയും നമ്മൾ എന്താക്കുന്നത്? ഇൻകോമ്പിറ്റൻ്റ് ആക്കുന്നത്. അപ്പോൾ ഈ കാറ്റഗറിയിലുള്ള ആളുകളൊക്കെ ഇൻകോമ്പിറ്റൻ്റ് ആണ്. അവരുമായിട്ടുള്ള കോൺട്രാക്റ്റുകൾ നിയമപരമായി നിലനിൽക്കുന്നില്ല. അപ്പോൾ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് കോമ്പിറ്റൻ്റ് കോൺട്രാക്ട്, പാർട്ടീസ് കോമ്പിറ്റൻ്റ് ആയിരിക്കണം. നെക്സ്റ്റ് വൺ, ലോഫുൾ കൺസിഡറേഷൻ. കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ പ്രതിഫലമാണ്. ഒരു കോൺട്രാക്റ്റിൽ നമ്മൾ രണ്ട് പാർട്ടീസിനും പ്രതിഫലം ഉണ്ടായിരിക്കണം. പ്രതിഫലമില്ലാത്ത കോൺട്രാക്റ്റുകൾ നമ്മൾക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ പ്രോമിസ് ടു ഗിവ് 10 lakh rupees to B, ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കുക. ഒരു പ്രോപ്പർട്ടിയെ എന്തെങ്കിലും ഒരു ബേസിക് ട്രാൻസാക്ഷനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ബിക്ക് 10 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞ എഗ്രിമെൻ്റ് എഴുതി. ഇന്ന കാര്യത്തിനെന്ന് പറയാതെ ഉള്ള പ്രോമിസാണ്.
ആ പ്രോമിസ് അതേ രീതിയിൽ എ പണം കൊടുത്തിട്ടില്ലെങ്കിൽ ബിക്ക് അത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല നിയമപരമായി. കാരണം അതിൽ കൺസിഡറേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം. പ്രതിഫലം രണ്ട് പാർട്ടീസിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരിക്കണം. എ അഗ്രി ടു സപ്ലൈ ഗുഡ്സ് ടു ബി ഫോർ ₹10 lakh. എ ബിക്ക് 10 ലക്ഷം രൂപയുടെ ഗുഡ്സ് സപ്ലൈ ചെയ്യാനുള്ള എഗ്രിമെൻറ്റ്. എക്ക് കിട്ടുന്ന പ്രതിഫലമാണ് 10 ലക്ഷം രൂപ, ബിക്ക് കിട്ടുന്ന പ്രതിഫലമാണ് ഈ ഗുഡ്സ്. അതിന് കുറച്ച് ചില എക്സെപ്ഷൻസ് ഉണ്ട്. നമ്മൾ കൺസിഡറേഷൻ എന്ന് പറഞ്ഞ ഭാഗത്ത് നിങ്ങൾ പഠിക്കും. ഇപ്പോൾ അച്ഛൻ മകൾക്ക് ഒരു പ്രോപ്പർട്ടി കൊടുക്കാമെന്നുള്ള എഗ്രിമെൻ്റ് എഴുതി വിചാരിക്കാം. അഗ്രി ടു ട്രാൻസ്ഫർ, മകൾക്ക് ഒരു പ്രോപ്പർട്ടി എഴുതി വെച്ചു, അല്ലെങ്കിൽ മകൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. അച്ഛൻ പിന്നെ പറയുകയാണ് എനിക്ക് മകൾ കൺസിഡറേഷൻ തന്നിട്ടില്ല, പ്രതിഫലം തന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ നിൽക്കൂല. കാരണം അവിടെ റിലേഷൻ, അച്ഛനും മകളും തമ്മിലുള്ള റിലേഷനാണ് കൺസിഡറേഷൻ. അപ്പോൾ കൺസിഡറേഷൻ എന്തായിരിക്കും, അല്ലെങ്കിൽ അത് രണ്ട് പാർട്ടീസ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ നമ്മൾക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റണം. അല്ലാതെ ഒരു ഔട്ട്സൈഡർക്ക് നമ്മളൊരു പ്രോപ്പർട്ടി വെറുതെ കൊടുത്താലൊന്നും നിയമപരമായി നിലനിൽക്കില്ല. ചില കോംപ്ലിക്കേഷൻസൊക്കെ അതിൽ വരും. പക്ഷേ ബന്ധം കൊണ്ട് അച്ഛൻ മകന് കൊടുക്കുക, അച്ഛൻ മകൾക്ക് കൊടുക്കുക, ഏട്ടൻ അനിയന് കൊടുക്കുക, അനിയൻ ഏട്ടന് കൊടുക്കുക, ഇതൊക്കെ പ്രോപ്പർട്ടികളൊക്കെ ഫ്രീ ആണെങ്കിലും അതെല്ലാം നിയമപരമായി നിലനിൽക്കും. കാരണം അവിടെ കൺസിഡറേഷൻ ലോഫുള്ളാണ്. അപ്പോൾ നിയമത്തിൽ പറഞ്ഞത് പ്രതിഫലം എന്നുള്ള ടേം അല്ല, കൺസിഡറേഷൻ ലോഫുൾ ആയിരിക്കണം, നിയമപരമായി നിലനിൽക്കുന്ന കൺസിഡറേഷൻ ആയിരിക്കണം. നിയമപരമായി ചിലപ്പോൾ കൺസിഡറേഷൻ ഇല്ലീഗലാണെന്ന് വിചാരിക്കാം. ഒരാളെ കൊല്ലാൻ വേണ്ടി 10 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു, അയാളെ കൊന്നെന്ന് വിചാരിക്കുക. കൺസിഡറേഷൻ കിട്ടിയിട്ടുണ്ട്, കൊന്നു കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ ആ കൺസിഡറേഷൻ ഇല്ലീഗലാണ്, നിയമവിരുദ്ധമായൊരു കാര്യമാണ്. നിങ്ങൾ നിയമവിരുദ്ധമായൊരു സാധനം സപ്ലൈ ചെയ്തു, അതിന് പൈസ കിട്ടിയിട്ടില്ല, നിങ്ങൾക്ക് കേസ് കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താ, നിങ്ങൾ സപ്ലൈ ചെയ്തൊരു ഇല്ലീഗലായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിയമവിരുദ്ധമായി ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് അത് കൺസിഡറേഷനെ നമ്മൾ കൺസിഡറേഷൻ എന്ന് പറയാൻ പറ്റില്ല. കാരണം നിയമത്തിൽ പറഞ്ഞത് ലോഫുൾ കൺസിഡറേഷനാണ്. ഇപ്പോൾ ഇല്ലീഗലായുള്ള കൺസിഡറേഷൻ നിയമവിരുദ്ധമാണ്. പിന്നെ ഇമ്മോറൽ വരും. ഇമ്മോറൽ, ഒരു ലേഡിയെ സെക്സ് ആയിട്ട് യൂസ് ചെയ്തിട്ട് ആ ലേഡിക്ക് ഒരു പ്രോപ്പർട്ടി കൊടുക്കാമെന്ന് പറഞ്ഞ് വിചാരിക്കുക, ഒരാൾ എഴുതി കൊടുത്തു. ഇമ്മോറലാണ് അതൊക്കെ. സെക്സ്വൽ മിസ്യൂസിനെയൊക്കെ നമ്മൾ ഇമ്മോറൽ കാറ്റഗറി എന്നാണ്. ഇമ്മോറൽ ട്രാഫിക് എന്ന് പറഞ്ഞ നിയമം തന്നെയുണ്ട്. നമ്മൾ റോഡിലൊക്കെ രാത്രി കാലങ്ങളിൽ അലിഞ്ഞടക്കുന്ന സ്ത്രീകളെയൊക്കെ നമ്മൾ ഇമ്മോറൽ ട്രാഫിക് ആക്ടിലാണ് ചാർജ് ചെയ്യുക. ഇമ്മോറൽ എന്നത് സെക്സ്വൽ മിസ്യൂസ്. ഇപ്പോൾ ഒരു ലേഡിയെ സെക്സ്വലായിട്ട് യൂസ് ചെയ്തതിന് ശേഷം അവർക്കൊരു പ്രോപ്പർട്ടി എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് എഴുതി കൊടുത്തില്ല, പൈസ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തില്ല. ആ ലേഡിക്ക് ഇയാളെ പേര് കേസ് കൊടുക്കാൻ കഴിയുമോ? ഇന്ന ദിവസം ഇന്ന കാര്യത്തിന് വേണ്ടി എനിക്കൊരു പ്രോപ്പർട്ടി എഴുതി തരാമെന്ന് പറഞ്ഞു, അയാൾ തന്നില്ല എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം അത് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും ചോദ്യം ചെയ്താൽ അത് റദ്ദായി പോകും. കാരണം അവിടെ റിലേഷൻ ഇമ്മോറലാണ്. അപ്പോൾ ഒരു കൺസിഡറേഷൻ കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ കൺസിഡറേഷൻ നിയമപരമായി നിലനിൽക്കുന്നതായിരിക്കണം. നിയമപരമായി നിലനിൽക്കണമെങ്കിൽ ആ കൺസിഡറേഷന് നിയമത്തിൻ്റെ ബലമുണ്ടായിരിക്കണം. എഗെയിൻസ്റ്റ് ദ ലോ, അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ ഒരു ബോംബ് വെക്കാൻ വേണ്ടിയിട്ട് 10 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു, ബോംബ് വെച്ച് പൊട്ടിച്ചു. ആ എനിക്ക് ബോംബ് വെച്ചാൽ പൈസ തരണമെന്ന് പറഞ്ഞാൽ നിലനിൽക്കില്ല. കാരണം എന്താ, അത് എഗെയിൻസ്റ്റ് ദ പബ്ലിക്കാണ്. അപ്പോൾ നിയമവിരുദ്ധമായ കാര്യങ്ങൾ, ഇമ്മോറൽ, ഇല്ലീഗൽ, എഗെയിൻസ്റ്റ് ദ പബ്ലിക് ഒക്കെ കൺസിഡറേഷൻ ലോഫുൾ അല്ല. അപ്പോൾ കൺസിഡറേഷൻ ഉണ്ടായാൽ മാത്രം പോരാ, കൺസിഡറേഷൻ ലോഫുൾ ആയിരിക്കണം. Then another one that is also important, object must be lawful. നിങ്ങളുടെ എഗ്രിമെൻറ്റിൻ്റെ ഒബ്ജക്റ്റ് ലോഫുൾ ആയിരിക്കണം, നിയമപരമായ നിലനിൽക്കുന്ന ഒബ്ജക്റ്റ് ആയിരിക്കണം. ആ ഒബ്ജക്റ്റ് തെറ്റാകുമ്പോഴാണ് ഇപ്പോൾ എഗെയിൻസ്റ്റ് ദ പബ്ലിക്കായിട്ട് ചെയ്യുക, പബ്ലിക്കിന് ന്യൂസൻസ് ഉണ്ടാക്കി ചെയ്യുക. ഇതിനെല്ലാം അങ്ങനെയൊക്കെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ ആ എഗ്രിമെൻറ്റുകളെ ലോഫുൾ എഗ്രിമെൻ്റ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു കോൺട്രാക്റ്റിലെ എഗ്രിമെൻറ്റിലുള്ള മെയിൻ ഒബ്ജക്റ്റ് എഗെയിൻസ്റ്റ് ദ ലോ ആയത്, ലോഫുൾ ഒബ്ജക്റ്റ് ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ദേശവിരുദ്ധമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്താൽ
അല്ലെങ്കിൽ നമ്മൾ അനാവശ്യമായിട്ട് ദേശവിരുദ്ധ പ്രവർത്തനത്തിനൊക്കെ സാമ്പത്തിക സഹായം ചെയ്യുക, നമ്മൾ കുറ്റക്കാരാവും. കാരണം ഒബ്ജക്റ്റ് ലോഫുൾ അല്ല. നമ്മുടെ വാഹനം ഉപയോഗിച്ച് തെറ്റായ പ്രചരണം നടത്തുക, അല്ലെങ്കിൽ തെറ്റായ കാര്യത്തിന് നമ്മൾ വാഹനം വിട്ടുകൊടുക്കുക, അതെല്ലാം അങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ അത് ഒബ്ജക്റ്റ് ലോഫുൾ അല്ല. അപ്പോൾ കോൺട്രാക്റ്റിൻ്റെ അല്ലെങ്കിൽ എഗ്രിമെൻറ്റിൻ്റെ ഒബ്ജക്റ്റും ലോഫുൾ ആയിരിക്കണം. ദെൻ അനദർ വൺ, നോട്ട് ഡിക്ലെയർഡ് ടു ബി വോയിഡ്. നിയമം തന്നെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ കാര്യം ചെയ്യാമെന്ന് പറഞ്ഞ് നിങ്ങൾ എഗ്രിമെൻ്റ് എഴുതിയാൽ ആ എഗ്രിമെൻറ്റും നിലനിൽക്കില്ല. അപ്പോൾ കോടതി ഒരു കോൺട്രാക്റ്റ് നിയമപരമായി നിലനിൽക്കുമോ എന്ന് പരിശോധിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഉണ്ടോ എന്നാണ് പരിശോധിക്കുക. ഈ കാര്യങ്ങളെല്ലാം ഉണ്ടോ എന്ന് പരിശോധിക്കാൻ തന്നെ വേറൊരർത്ഥം സെക്ഷൻ 10ൻ്റെ ബലമുണ്ടോ. അപ്പോൾ ഒരു കോൺട്രാക്റ്റ് പഠിക്കുന്ന എല്ലാവരും സെക്ഷൻ 10 നിർബന്ധമായിട്ടും പഠിക്കണം. ആ സെക്ഷൻ 10 വായിച്ചാൽ തന്നെ അതിൽ നിങ്ങൾക്ക് എല്ലാ ഫീച്ചേഴ്സും കിട്ടും. ഞാൻ ഒന്നുകൂടി പറയാം. സെക്ഷൻ 10ൽ പറയുന്നത് എന്താ? ഓൾ എഗ്രിമെൻറ്റ്സ് ആർ കോൺട്രാക്റ്റ്. വളരെ സിമ്പിൾ ഇംഗ്ലീഷാണ്. എല്ലാ എഗ്രിമെൻറ്റുകളും കോൺട്രാക്റ്റ് ആണ് ഇഫ് ദേ ആർ മെയ്ഡ് ബൈ free consent of parties competent to contract for a lawful consideration and with a lawful object and not expressly declared to be void. ഞാൻ സെക്ഷൻ 10 എന്നോട് പറയാം. ഓൾ എഗ്രിമെൻറ്റ്സ് ആർ കോൺട്രാക്റ്റ്. അപ്പോൾ ഫസ്റ്റിൽ ദർ മസ്റ്റ് ബി എൻ എഗ്രിമെൻറ്റ്. എഗ്രിമെൻ്റ് ആണെങ്കിൽ there must be a legal offer and there must be a legal acceptance. രണ്ടാമത്തതിന് കൂടെ തന്നെ പറയുന്നത് ലീഗൽ ഇൻറ്റൻഷൻ ആയിരിക്കണം. അതായത് നിയമപരമായി പെർഫോം ചെയ്യാനുള്ള ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കണം. അത്രയേ ഉള്ളൂ അതിൻ്റെ അർത്ഥം. ഈ നിങ്ങൾ ചെയ്യുന്നതിനെല്ലാം നിങ്ങൾ സ്വന്തമായിട്ടുള്ള ഇൻറ്റൻഷനോട് കൂടി ചെയ്യണം. അതിന് നിയമപരമായി ഫേസ് ചെയ്യാൻ തയ്യാറായിരിക്കണം. ഒരു കോൺട്രാക്റ്റ് നിങ്ങൾ എൻട്രി ചെയ്യുമ്പോൾ ആ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ നിയമപരമായ ബാധ്യതകളും ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണ് എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ചെയ്യണം. അപ്പോൾ അതാണ് ലീഗൽ ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കണം. ദെൻ സമ്മതം ഫ്രീ ആയിരിക്കണം. ഒരാളെ നിർബന്ധിച്ച് നമ്മൾ ഒരു കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യിച്ചാൽ ആ സമ്മതമാണ്. ആ സമ്മതം പക്ഷേ ഫ്രീ അല്ല. അതുകൊണ്ട് ചില കാറ്റഗറി ഉണ്ട്. ക്രിമിനൽ ഒഫൻസ് ചെയ്തിട്ട് സമ്മതം വാങ്ങുക, സാഹചര്യ ദുരുപയോഗം ചെയ്യുക, തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് സമ്മതം വാങ്ങുക, അറിഞ്ഞുകൊണ്ട് തെറ്റുകൾ ചെയ്യുക. ഇതെല്ലാം സമ്മതം ശരിയല്ല, ഫ്രീ കൺസെൻ്റ് അല്ല. കോമ്പീറ്റൻറ്റ് കോൺട്രാക്റ്റ്. പാർട്ടീസ് കോമ്പീറ്റൻ്റ് ആയിരിക്കണം. കോമ്പീറ്റൻ്റ് എന്നത് മെച്യൂർ കോൺട്രാക്റ്റ് എൻട്രി ചെയ്യാൻ കഴിവുള്ളവരായിരിക്കണം. മൈനർ ഈസ് നോട്ട് ഇൻകോമ്പീറ്റൻറ്റ്. മൈനറെ നമ്മൾക്ക് എന്ത് പറയാം? ഇൻകോമ്പീറ്റൻ്റ് ആണെന്ന് പറയാം. അയാൾക്ക് കോൺട്രാക്റ്റ് എൻട്രി ചെയ്യാൻ കപ്പാസിറ്റി ഇല്ല. അപ്പോൾ കപ്പാസിറ്റി ഉള്ള ആളായിരിക്കണം. അതിൽ വരിക മൈനർ കപ്പാസിറ്റി ഇല്ലാത്ത ആളാണ്, ജയിലിൽ കിടക്കുന്ന ആൾ കപ്പാസിറ്റി ഇല്ലാത്ത ആളാണ്, ഭ്രാന്തായിട്ടുള്ള ആൾ കപ്പാസിറ്റി ഇല്ലാത്ത ആളാണ്, കുടിച്ചു ബോധമില്ലാത്ത ഒരാളെ നമുക്ക് വേണമെങ്കിൽ ആ സമയത്ത് കപ്പാസിറ്റി ഇല്ലാത്ത ആളായിട്ട് പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ കോൺട്രാക്റ്റ് എൻട്രി ചെയ്താൽ ആ കോൺട്രാക്റ്റിൽ നിയമപരമായി നിലനിൽക്കില്ല. കാരണം പാർട്ടീസ് കോമ്പീറ്റൻ്റ് അല്ല. പക്ഷേ ഈ കോമ്പീറ്റൻസി പറയുന്നത് ഇവരെല്ലാം നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുകയാണ് നിയമം. മൈനറെ ഇൻകോമ്പീറ്റൻ്റ് ആണെന്ന് പറയുന്നത് മൈനറെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ജയിലിൽ കിടക്കുന്ന ആൾ ഇൻകോമ്പീറ്റൻ്റ് ആണെന്ന് പറയുന്നത് ജയിലിൽ കിടക്കുന്ന ആളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. മാനസികമായ അസുഖമുള്ള ആളെ ഇൻകോമ്പീറ്റൻ്റ് എന്ന് പറയുന്നത് മാനസികമായ അസുഖമുള്ള ആളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അയാളെ മിസ്യൂസ് ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടി. കുടിച്ചു ബോധമില്ലാതെ ചെയ്യുന്നത് അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നിയമം പറയുന്നത്. അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് മ്യൂച്വാലിറ്റി ഓഫ് മൈൻഡില്ല. ഒരു കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ യു ഹാവ് ദ കപ്പാസിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. ആ കോൺട്രാക്റ്റിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അറിയാനുള്ള മാനസികമായ അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഈ ആളുകളൊക്കെ അതില്ലാത്തവരാണ്, അവർ ഇൻകോമ്പീറ്റൻ്റ് ആണ്. നെക്സ്റ്റ്, ലോഫുൾ കൺസിഡറേഷൻ. കൺസിഡറേഷൻ എന്നല്ല പറഞ്ഞത്, കൺസിഡറേഷൻ ലോഫുൾ ആയിരിക്കണം. പ്രതിഫലം ഉണ്ടായിരിക്കണം. കോൺട്രാക്റ്റിൽ രണ്ട് പാർട്ടീസിന് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതിഫലം ഉണ്ടായിരിക്കണം. ആ പ്രതിഫലം ലോഫുൾ ആയിരിക്കണം.
അപ്പോൾ നിങ്ങൾ BSc ജോലി കിട്ടാൻ വേണ്ടി ഒരാൾക്ക് 10 ലക്ഷം റുപ്യ കൊടുത്തു വിചാരിക്കാം. അയാൾ പറഞ്ഞ് ഞാൻ BScയിൽ ജോലിയൊക്കെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. ഗവൺമെൻറ് ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് 10 ലക്ഷം റുപ്യ കൊടുത്തു. ജോലിയില്ല, ഒന്നുമില്ല. ഞാനിങ്ങനെ 10 ലക്ഷം റുപ്യ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ഇയാൾക്ക് കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ ജോലി ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കേസ് കൊടുക്കാൻ കഴിയുമോ? അയാൾ തന്നെങ്കിൽ വാങ്ങാമെന്നല്ലാതെ അതൊന്നും നിയമപരമായി നിലനിൽക്കുന്നില്ല. ഗവൺമെൻറ് ജോലി ഇങ്ങനെ അഗ്രിമെൻ്റ് പ്രകാരം കൊടുക്കേണ്ടതല്ല. നിങ്ങൾക്ക് 10 ലക്ഷം പോയി തന്നെ വരുള്ളൂ. അതിന് നമുക്ക് നിയമപരമായി നിലനിൽക്കാൻ പറ്റില്ല. കാരണം കൺസിഡറേഷൻ ലോഫുൾ അല്ല. മനസ്സിലല്ലേ? പിന്നെ കോൺട്രാക്റ്റിൻ്റെ ഒബ്ജക്റ്റ് ലോഫുൾ ആയിരിക്കണം. ദെൻ ചില കോൺട്രാക്റ്റുകൾ വോയിഡായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടാകും ഗവൺമെൻറ്. അങ്ങനെ പ്രഖ്യാപിച്ച കോൺട്രാക്റ്റുകൾ നിങ്ങൾ എഴുതാൻ പാടില്ല. ഇപ്പോൾ ചാരായത്തിൻ്റെ കച്ചവടം നേരത്തെ നടന്നിട്ടുണ്ടാവും. പക്ഷേ ചാരായം നിരോധിച്ചു കഴിഞ്ഞാൽ എന്തായി? ചാരായവുമായി ബന്ധപ്പെട്ട എല്ലാ കോൺട്രാക്റ്റുകളും വോയിഡായി. പിന്നെ നമുക്കതിനെ എഴുതാൻ പറ്റില്ല. ഇപ്പോൾ മദ്യം കേരളത്തിൽ കംപ്ലീറ്റ് ആയിട്ട് നിരോധിച്ചെന്ന് വിചാരിക്കുക. ബെവറേജ് കോർപ്പറേഷൻ്റെ മദ്യവിൽപ്പനകളൊക്കെ നിരോധിച്ചു. അപ്പം മദ്യവിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ നിലവിലുള്ള കോൺട്രാക്റ്റുകളും വോയിഡായിട്ട് മാറും. അങ്ങനെ ഒരു കോൺട്രാക്റ്റ് നമുക്ക് പിന്നെ എഴുതാനും പറ്റില്ല. അങ്ങനെ അതാണ് ഇതിന് കാരണം, വോയിഡായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അവസാനം നമ്മൾക്ക് വേണമെങ്കിൽ പറയാം, കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എഗ്രിമെൻറ്റ് പ്ലസ് ലീഗൽ എൻഫോഴ്സിബിൾ ബൈ ലോ. റീറൈറ്റ് ചെയ്യുമ്പോൾ കോൺട്രാക്റ്റ് ഈസ് ഈക്വൽ ടു ഓഫർ ഇസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് പ്ലസ് ആക്സെപ്റ്റൻസ് പ്ലസ് ഓഫർ ഉണ്ടായിരിക്കണം, ആക്സെപ്റ്റൻസ് ഉണ്ടായിരിക്കണം, പ്ലസ് ലീഗൽ എൻഫോഴ്സിബിൾ അല്ലെങ്കിൽ ലീഗൽ ബാക്കിംഗ് ഉണ്ടായിരിക്കണം. ഈ ലീഗൽ ബാക്കിങ്ങിനുള്ള ഓരോ ഫീച്ചേഴ്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കും. Therefore, you remember contracts are agreement between parties and also it is enforceable by law. നിയമപരമായി നടപ്പിൽ വരുത്താൻ കഴിയുന്നതായിരിക്കണം. നിയമപരമായി നടപ്പിൽ വരുത്താൻ കഴിയുന്നത് സെക്ഷൻ 10ൻ്റെ ബലമുണ്ടായിരിക്കണം. അപ്പോൾ ഇത് ബിസിനസ്സുകാരന് മാത്രമുള്ള ഒരു സാധനമല്ല. നമ്മൾക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള ഒരു നിയമം തന്നെയാണ് കോൺട്രാക്റ്റ്. കോൺട്രാക്റ്റ് തന്നെ നമ്മൾക്ക് വേണമെങ്കിൽ കോമൺ ലോ എന്ന് പറയാം. ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ഒരു ട്രാൻസാക്ഷൻസ്, ഒരു എഗ്രിമെൻ്റ് എഴുതാത്ത ഒരാളും നമ്മൾ ജീവിക്കുന്നുണ്ടാവില്ല. ഡെയിലി തന്നെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എത്ര കോൺട്രാക്റ്റുകൾ എൻട്രി ചെയ്യും. മനസ്സിലായില്ലേ? നമ്മൾ വണ്ടി ഇൻഷുർ ചെയ്യുന്നത് എന്താ? ഇറ്റ്സ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ പാർട്ടീസ്. ഇൻഷുറൻസ് നിങ്ങൾ തമ്മിലുള്ള കോൺട്രാക്റ്റാണത്. അതുകൊണ്ടാണ് നിങ്ങൾ വണ്ടി ഇൻഷുർ ചെയ്ത വണ്ടി ഒരു ആക്സിഡൻറ്റ് പറ്റിയാൽ അത് റിപ്പയർ ചെയ്യാനുള്ള പൈസക്ക് നിങ്ങൾക്ക് ഇൻഷുറൻസ് കമ്പനിക്ക് കേസ് കൊടുക്കാമായിരുന്നു. തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ വേറൊരാൾക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റിയാൽ കേസ് കൊടുക്കുമ്പോൾ നിങ്ങൾ പറയും ഞാൻ ഇൻഷുറൻസിൽ അഗ്രിമെൻ്റ് എഴുതിയതാണ്, അതുകൊണ്ട് ഞാൻ പേഴ്സണലായിട്ട് തരേണ്ട കാര്യമില്ല, ഇൻഷുറൻസ് കമ്പനി തന്നോളൂ എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ ഇൻഷുറൻസ് ഇസ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ യു ആൻഡ് ദ ഇൻഷുറൻസ് കമ്പനി. ഇൻഷുറൻസ് കമ്പനിയും നിങ്ങൾ തമ്മിലുള്ള കോൺട്രാക്റ്റാണ് അത്. നിങ്ങൾ ബസ് യാത്ര ചെയ്യുമ്പോൾ ടിക്കറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ ബസ് ഓണർ ആൻഡ് യു. അതുകൊണ്ടാണ് ആ യാത്രയിൽ എന്ത് സംഭവിച്ചാലും. അപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരു ദിവസം എന്തെങ്കിലും സാധനം വാങ്ങിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? സാധനം വാങ്ങുന്നത് ഒരു കോൺട്രാക്റ്റാണ്. ഒരു ഗോൾഡ് ഓർണമെൻറ്റ് വാങ്ങിക്കൊണ്ടുവന്ന് വീട്ടിലെത്തി പരിശോധിച്ച് നോക്കുമ്പോൾ അത് ഗോൾഡ് അല്ല. നിങ്ങൾക്ക് ഒരുപാട് റൈറ്റുകൾ അപ്പം വരും. അപ്പം നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് പൈസ തരാൻ വേണ്ടി കേസ് കൊടുക്കാം, ഇനി വേണമെങ്കിൽ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കാം. അതൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? ആ ബില്ല് നിങ്ങൾ വാങ്ങുന്നതോടുകൂടി അതൊന്നും എഗ്രിമെൻ്റായിട്ട് എഴുതുന്നില്ലെങ്കിലും അത് കോൺട്രാക്റ്റിൻ്റെ അതേ ബലം തന്നെയാണ്. ഒരു സാധനം വാങ്ങി നിങ്ങളത് ബില്ല് വാങ്ങിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ ബിസിനസ് മാൻ ആൻഡ് യു. അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഡെയിലി ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കോൺട്രാക്റ്റുകൾ എൻട്രി ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നുണ്ട്. ഒരു വീട് വാടക എടുത്തതാണ് താമസിക്കുന്നതെങ്കിൽ ദർ ഇസ് എൻ അഗ്രിമെൻറ്റ്. ഒരു സാധനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ദർ ഇസ് എൻ അഗ്രിമെൻറ്റ്. ബസ്സിൽ യാത്ര ചെയ്താൽ ദർ ഇസ് എൻ അഗ്രിമെൻറ്റ്. ഒരു കാർ വാടകയ്ക്കെടുത്താൽ ദർ ഇസ് എൻ അഗ്രിമെൻറ്റ്. അങ്ങനെ എല്ലാ ഡെയിലി ലൈഫിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കൊണ്ടു നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട നിയമമാണ് കോൺട്രാക്ട്. പക്ഷേ അറിഞ്ഞോ അറിയാതെയോ നമ്മളത് ചെയ്യുന്നത്. എല്ലാ സമയത്തും നമ്മൾ കോൺട്രാക്റ്റിൻ്റെ നിയമമൊന്നും ആലോചിക്കുന്നില്ല. പക്ഷേ നിയമപരമായൊരു പ്രശ്നം വരുമ്പോൾ അവിടെയാണ് നമ്മളിതിനെപ്പറ്റിയൊക്കെ ആലോചിക്കുക. ഒരു ബസ്സിൽ യാത്ര ചെയ്ത് പോകുമ്പോൾ ഒരു പ്രശ്നമൊന്നുമില്ല, വീട്ടിലെത്തി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. പക്ഷെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചാൽ
അവിടെയാണ് നിയമപരമായ പ്രശ്നങ്ങൾ വരുന്നത്. അവിടെ നമ്മൾക്ക് നിയമത്തിൻ്റെ ബലം കിട്ടണമെങ്കിൽ നിയമപരമായ ബലമുണ്ടായിരിക്കണം. That is all with regard to the introduction of this paper.